ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ വന്ന ഡെലിവറി ബോയ്ക്കുണ്ടായ അനുഭവമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നുന്നു. കാരണം ഈ വീഡിയോ എടുത്തതും ആ കസ്റ്റമർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന സംസാരങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരു ക്യാഷ് ഓൺ ഡെലിവറി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം വാങ്ങിച്ച് പണം കൊടുത്ത് നമ്മളത് വാങ്ങിച്ചു. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. വീഡിയോ എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ റിട്ടേൺ പോളിസി ഉണ്ട്. നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റും. അവർ വന്ന് തിരിച്ചെടുത്തോളും. പക്ഷെ ആ ഒരു വരുന്ന ആളുടെ അടുത്ത് തന്നെ അത് പൊട്ടിച്ച് തുറന്നു നോക്കിയിട്ട് ഓക്കെ അല്ല എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതത് മനസ്സിലാക്കുക. അപ്പൊ പിന്നെ ചേച്ചി ലാസ്റ്റ് പറയുന്നുണ്ട് ഈ മൗലിവിടെ കിട്ടാത്ത സാധനമൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ അവിടെ കിട്ടുന്ന സാധനമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഓർഡർ കൊടുത്തത്? അത് മാത്രവുമല്ല, നമുക്ക് ഇങ്ങനെ പോയി സെലക്ട് ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഡെലിവറി ബോയ്, ഇങ്ങനത്തെ ജോലിക്ക് വരുന്ന ആൾക്കാർ ആരും നമ്മുടെ അടിമകളൊന്നുമല്ല. അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അവരുടെ ജോലി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അഡ്രസ് ഉള്ള വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യുക, ക്യാഷ് വാങ്ങിക്കുക, പോവുക. അതാണ് അവർക്ക് അതിന് എത്ര ഉത്തരവാദിത്തമുള്ളൂ, അത്ര റെസ്പോൺസിബിലിറ്റി അവർക്കുള്ളൂ. ബാക്കി അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആമസോണിൽ നമ്മൾ ഏതൊരു ആപ്പ് വഴിയാണോ നമ്മൾ ഓർഡർ ചെയ്തത് ആ ഒരു ആപ്പിൽ തന്നെ നമുക്ക് റിട്ടേൺ പോളിസിയും റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻസുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അവർ തിരിച്ചു വന്നിട്ട് ആ ടൈമിൽ നമ്മൾ വിളിച്ചിട്ട് എടുത്തുകൊണ്ട് പോയിക്കോളും. നമുക്ക് അടുത്ത ഒരു പ്രൊഡക്റ്റ് നമുക്ക് തരികയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ശരി, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചേച്ചിയുടെ സംസാരം, അത് ഇടയ്ക്കൊരു കാര്യം കോമഡി കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നും എനിക്കറിയില്ല. ഇത്ര ശബ്ദം എന്നോട് ഉണ്ടാക്കാണ്ട് നിങ്ങൾ ശബ്ദം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയാൽ മതി എന്ന് ഡെലിവറി ബോയ് പറയുമ്പോൾ ആ കസ്റ്റമറായ ചേച്ചി പറയുന്നുണ്ട് അതിനിവിടെ ആരുമില്ല എന്ന്. ഒരു ദേഷ്യത്തിലാണ് പറയുന്നത്. പക്ഷെ എന്നാൽ അതൊരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്താണ് ഞാനത് ഷെയർ ചെയ്യാൻ കാര്യം മറ്റൊന്നുമല്ല, നമ്മളുടെ അടിമകളൊന്നുമല്ല. അവരും സാധാരണ അവരും ജോലിക്കാരാണ്, അവരും മനുഷ്യരാണ്. ആ ഒരു കാര്യം ചിന്തിക്കുക. നമ്മളങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം വാങ്ങിക്കുക, അവരെ പറഞ്ഞു വിടുക, അത്ര ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അവരായിട്ട് ഷൗട്ട് ചെയ്യും, പ്രശ്നം ഉണ്ടാക്കിയും കാര്യങ്ങൾ അവരുടെ ജോലി ഇത് തരിക എന്നുള്ളത് മാത്രമല്ലേ. അല്ലാണ്ട് അവർ ആമസോണിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇപ്പോൾ പാഴ്സൽ കൊണ്ടുവന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. അവർ ജസ്റ്റ് ഡെലിവറി ബോയ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി പെരുമാറാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മാത്രമല്ല, ഇങ്ങനത്തെ അനുഭവം നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാതിരിക്കരുത്. അതുപോലെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.